ഏജൻസി അന്വേഷിച്ചോട്ടെ. 1% ഇതിൽ സത്യമുണ്ടെങ്കിൽ എൻ്റെ പൊതുപ്രവർത്തനം ഞാൻ അവസാനിപ്പിക്കാൻ തയ്യാറാണ്. കൃഷ്ണകുമാറിന് ഒരു നാണക്കേടിൻ്റെ ആവശ്യമില്ല. 2015 പത്രസമ്മേളനം നടത്തിയല്ലോ. ഈ പാർട്ടിക്കകത്ത് നിന്നിട്ട് ഇന്ന് നിങ്ങളുടെ പാർട്ടിയിലുള്ള ആൾ ഇവരെ കൊണ്ട് നടത്തിച്ചല്ലോ. 2020 നടത്തിച്ചല്ലോ. അന്ന് കോൺഗ്രസ് പാർട്ടി പാലക്കാട് ഉണ്ടല്ലോ. 2015 2020 കോൺഗ്രസിൻ്റെ പ്രാദേശികമായിട്ടുള്ള ആളുകൾ, ജില്ലയുടെ ആളുകൾ ഇതിനെ സംബന്ധിച്ച് കൃത്യമായി അന്വേഷിച്ച് ഇത് യാഥാർത്ഥ്യമല്ല, സത്യമല്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ഒരു മാധ്യമങ്ങളും വാർത്ത കൊടുത്തില്ല, ഒരു രാഷ്ട്രീയ പാർട്ടി എടുത്തില്ല. കാരണം ഇതിൽ കൃത്യമായിട്ട് ബോധ്യമുള്ളതുകൊണ്ടാണ് അന്ന് ഒരു രാഷ്ട്രീയ പാർട്ടി ഇത് ഏറ്റെടുക്കാതിരുന്നത്. ഏത് ഏജൻസി അന്വേഷിച്ചോട്ടെ, 1% ഇതിൽ സത്യമുണ്ടെങ്കിൽ എൻ്റെ പൊതുപ്രവർത്തനം ഞാൻ അവസാനിപ്പിക്കാൻ തയ്യാറാണ്. ഈ ഞങ്ങളുടെ ഉള്ളിലിരുന്ന് ഞങ്ങളെ കുത്തിയ ഒരാൾ നിങ്ങളുടെ കൂടെ വന്ന സമയത്ത് നിങ്ങൾ അത് മുഴുവൻ വിശ്വസിച്ചിട്ട് മുന്നോട്ട് പോയാൽ കോൺഗ്രസ് എന്നുള്ള പ്രസ്ഥാനത്തിൻ്റെ കോളം തോണ്ടുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തുന്നുള്ള കാര്യം മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ.